സോഡ നാരങ്ങ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഇല്ലേ, ഒരു എനർജറ്റിക് ഫീൽ, ആ വിയർപ്പിന്റെ ഒക്കെ അവസ്ഥ ഒന്ന് മാറി മനസ്സൊന്ന് ഉന്മേഷവാനായിട്ട് കിട്ടുന്ന ഒരു ഫീൽ, ഒരു എനർജി ഫീൽ. അതാണ് ഈ പെർഫ്യൂമിന്റെ ഓപ്പണിംഗ് കിട്ടുന്ന ഒരു ഫീൽ. നല്ല ഫ്രഷ് ആണ്, റിഫ്രഷിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇനി ഇതിന്റെ പെർഫോമൻസ്, എന്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു ഓഫീസിൽ നിങ്ങൾ പോകുമ്പോൾ ഒരു 6-8 സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കദ്ലച്ചിന്റെ ഒരു പെർഫ്യൂം. അത്യാവശ്യം ഹൈപ്പ് ഉണ്ട് ഈ ഒരു പെർഫ്യൂമിന്. ഈ ഒരു പെർഫ്യൂം ശരിക്കും ഞാൻ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇവിടെ ഒരു സബ്സ്ക്രൈബർ, അദ്ദേഹം ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്, ഒരു ഷോപ്പുണ്ട്. അപ്പൊ ഷോപ്പിലേക്ക് ഒരാള് ഒരു പെർഫ്യൂം അടിച്ചിട്ട് വന്നു. അപ്പൊ ഷോപ്പ് മുഴുവനും ഈ ഒരു മണമായിട്ട് മാറി. ഇദ്ദേഹം അയാളോട് ചോദിച്ചു ഏതാ പെർഫ്യൂം എന്ന് ചോദിച്ചു. അയാൾ പേര് പറഞ്ഞിട്ട് ജസ്റ്റ് കാഷ്വൽ ആയിട്ട് കദ്ലച്ച് ഐലൻഡ് ഡ്രീംസ് എന്ന് എന്തോ പറഞ്ഞു. അപ്പം അയാളുടെ നമ്പർ എടുത്ത് വെച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു, മെസ്സേജ് അയച്ചു, നിങ്ങൾ ഈ പറഞ്ഞ പെർഫ്യൂമിന്റെ ഫോട്ടോ അയക്കാൻ പറ്റും. അങ്ങനെ അയച്ചു കൊടുത്തിട്ടാണ് അയാൾ ഈ ഒരു പെർഫ്യൂം വാങ്ങിയത്. അപ്പം അദ്ദേഹം പറഞ്ഞു ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. LV സിംഫണി എന്നൊരു പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ് ഈ ഒരു പെർഫ്യൂം എന്നാണ് പറഞ്ഞത്. അപ്പം LV സിംഫണി ഏകദേശം നമ്മുടെ നാട്ടിൽ 45,000 ആ റേഞ്ച് വരുന്ന ഒരു പെർഫ്യൂമാണ്, ഫ്രഷ് പെർഫ്യൂമാണ്. അപ്പൊ അത്രയും വില കൂടിയ ഒരു ഫ്രഷ് പെർഫ്യൂം 45,000 അല്ലെങ്കിൽ 30,000 മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പെർഫ്യൂം ഞാൻ വാങ്ങുന്നത് കരുതിയത്. മാത്രമല്ല അദ്ദേഹം അടിച്ചിട്ട് പോയത് ഈ ഒരു പെർഫ്യൂമാണ്, സിംഫണി അല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിതൊന്ന് നോക്കിയപ്പോൾ ഒരുപാട് റിവ്യൂസ് കണ്ടു, നല്ല അഭിപ്രായം പറയുന്നുണ്ട്, അത്യാവശ്യം ഹൈപ്പും ഉണ്ട്. അപ്പൊ ഈ ദിവസങ്ങൾ ഞാനിത് ട്രൈ ചെയ്തു, ശേഷമുള്ള അനുഭവങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആദ്യം തന്നെ പ്രസന്റേഷൻ. ഇപ്പൊ നമ്മളിപ്പോ റെയ്ഹാൻ കുറെ റിവ്യൂ ചെയ്തു. റെയ്ഹാന്റെ ഏറ്റവും മസ്റ്റ് ആയിട്ട് വാങ്ങേണ്ടതൊക്കെ ഞാൻ അത്യാവശ്യം റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കദ്ലച്ച് ആണ് ഇപ്പൊ കയ്യിലുള്ളത്. കദ്ലച്ച് ഐലൻഡ് ഡ്രീംസ് എക്സ്ട്രാ ഡേ പെർഫ്യൂം കോൺസെൻട്രേഷൻ ആണ്. ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് ഈ ഒരു ടാഗ് നമ്മളെ സംബന്ധിച്ച് ഒരു വരപ്രസാദമാണ്. കാരണം കേരളത്തിലെ കാലാവസ്ഥയിൽ ഈ ഒരു കോൺസെൻട്രേഷൻ വേണം, നമുക്ക് ലാസ്റ്റ് ചെയ്യണം. ലാസ്റ്റിംഗ് ആണ് പ്രശ്നം. ഇപ്പോൾ എക്സ്ട്രാ ഡേ പെർഫ്യൂം കോൺസെൻട്രേഷൻ അവർ തന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു ബോക്സ് ഡിസൈൻ ആണ്, വലിയ ആഡംബരങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു ട്രോപ്പിക്കൽ പാറ്റേൺ ഉള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിറകില് എഴുത്തും കാര്യങ്ങളൊക്കെ, ഇവിടെ ബാച്ച് കോഡ് കാര്യങ്ങളും, ഇവിടെ കദ്ലച്ച് എന്നുള്ള പേര്, സൈഡില് QR കോഡ് കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. ബോട്ടിൽ നല്ല ബോട്ടിലാണ്, ഒരു ചീപ്പായിട്ടുള്ള ബോട്ടിലല്ല. കാരണം അത്യാവശ്യം ഭാരമുണ്ട് ബോട്ടിലിന്. മെറ്റലാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ഡ്രീംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. കദ്ലച്ച് ഒരു ഗ്രിപ്പുണ്ട്, ഒരു സാൻഡ് പേപ്പർ പോലെ ഗ്രിപ്പുള്ള ഒരു ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്യാപ്പ്, എടുത്തു പറയേണ്ട ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപ്പ് മെറ്റലാണ്, ഭാരമുള്ള മെറ്റലാണ്. സ്പ്രെയർ പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയറിന് മുകളിൽ കദ്ലച്ച് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നോട്ടും കാര്യങ്ങളും ഞാൻ പറയാം. അതിന് സിംഫണിയുടെ നോട്ട് പറയാം. സിംഫണിയുടെ നോട്ട് എന്ന് പറയുന്നത് 3 നോട്ടേ ഉള്ളൂ. ഗ്രേപ്പ് ഫ്രൂട്ട്, ബെർഗാമോ, ജിഞ്ചർ. ഇതിന്റെ നോട്ട് എന്ന് പറയുന്നത് മെയിൻ പ്രൊഫൈല് സിട്രസ്, ഫ്രഷ്, സ്പൈസി, മസ്കി, ആംബർ, പൗഡറി, ആരോമാറ്റിക്. ഇതിന്റെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് ജിഞ്ചർ, ബെർഗാമോ, ഗ്രേപ്പ് ഫ്രൂട്ട്, പിന്നെ അല്പം ഒരു മസ്കും ആംബ്രോക്സറും ചേർത്തിട്ടുണ്ട്. അപ്പം ആ സെയിം നോട്ട് തന്നെയാണ്. സിംഫണിക്ക് എന്ത് നോട്ടാണ് ഉള്ളത് അതേ നോട്ട് തന്നെയാണ് ഇതിലുള്ളത്. പക്ഷെ ഇതിനകത്ത് ആംബ്രോക്സനും മസ്കും ഹെവി ആയിട്ട് ചേർത്തിട്ടുണ്ട്. അതിനർത്ഥം ഇത് വല്ലാതെ പ്രൊജക്ട് ചെയ്യും, നന്നായിട്ട് മണം കവർ ചെയ്യും, അത്യാവശ്യം ഏരിയ ഈ മണം കവർ ചെയ്യും. ഇങ്ങനെ അടിച്ചിട്ട് കിട്ടുന്ന മണം തന്നെ പറയും. റേഷാനൊക്കെ പോലെ തന്നെ പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയർ ആണ്, നല്ല സ്പ്രെയർ ആണ്. ഓപ്പണിംഗ് നമുക്ക് കിട്ടുന്നത് സിട്രസ്, ബെർഗാമോ അല്ലെങ്കിൽ ഗ്രേപ്പ് ഫ്രൂട്ട്, അല്പം ഇഞ്ചിയും. ഗ്രേപ്പ് ഫ്രൂട്ടും ബെർഗാമോയും ജിഞ്ചറും, ഇത് മൂന്നെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആണ്. പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഫ്രഷ്നെസ് ആണ്. അറിയില്ല, ഈ ഇഞ്ചിയുടെയും നാരങ്ങയും ഓറഞ്ചും സിട്രസ് ഒക്കെ ചേരുമ്പോൾ ഒരു മണം നിങ്ങൾക്ക് മനസ്സിൽ വരില്ല. അത് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള മണമാണ്. തളർന്നിരിക്കുന്ന നമുക്കൊരു ഉന്മേഷം തരുന്ന മണമാണ്. ഒരു ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നല്ല നാരങ്ങ വെള്ളം, ഉപ്പിട്ട് നാരങ്ങ വെള്ളം അല്പം നടന്നിട്ടിയും ഇഞ്ചിയൊക്കെ ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അല്പം മധുരവും ചേർത്ത് സോഡ ഒഴിച്ച് കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടില്ലേ. ഒരു വെയിലത്ത് ഒരു സ്ഥലത്ത് പോയിട്ട്, ഒരു ബാങ്കിൽ പോയിട്ട്, അല്ലെങ്കിൽ കുറെ നേരം ക്യൂ ഒക്കെ കൊണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ഒരു നടന്നിട്ട് സോഡ നാരങ്ങ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഇല്ലേ, ഒരു എനർജറ്റിക് ഫീൽ. ആ വിയർപ്പിന്റെ ഒക്കെ അവസ്ഥ ഒന്ന് മാറി മനസ്സൊന്ന് ഉന്മേഷവാനായിട്ട് കിട്ടുന്ന ഒരു ഫീൽ, ഒരു എനർജി ഫീൽ. അതാണ് ഈ പെർഫ്യൂമിന്റെ ഓപ്പണിംഗ് കിട്ടുന്ന ഒരു ഫീൽ. നല്ല ഫ്രഷ് ആണ്, റിഫ്രഷിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഓപ്പണിംഗിൽ ആ ഒരു സിട്രസിന്റെ ഒരു ബ്ലാസ്റ്റും, പിന്നെ അതുപോലെ തന്നെ ആംബ്രോക്സൻ ഹെവി ആയിട്ട് ചേർത്തിട്ടുണ്ട്. നല്ല ആംബ്രോക്സൻ ആണ് ചേർത്തിരിക്കുന്നത്. ആംബ്രോക്സനും ചേർത്തിട്ടുണ്ട്, ഡ്രൈഡ് കൊണ്ട് മസ്കിനോട്ടും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ലാത്ത എന്തോ ഒരു നോട്ട്, എനിക്ക് തോന്നുന്നു പീച്ച് ആയിരിക്കും. പീച്ച് ഫ്രൂട്ടിന്റെ ഒരു ഫ്രൂട്ടി സ്മെല്ലും ഉണ്ട്. അപ്പൊ ഇമാജിൻ ചെയ്യൂ, ഇത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള പെർഫ്യൂം ആണ്. ഫ്രഷ് പെർഫ്യൂം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു പെർഫ്യൂം നിങ്ങൾ വാങ്ങിച്ചോ. നല്ലൊരു ഫ്രഷ് പെർഫ്യൂം ആണ്. മിഡിൽ നോട്ടിലേക്ക് മാറുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ട് ചേഞ്ച് ആകട്ടെ. ഓപ്പണിംഗിൽ ആ നോട്ടൊന്ന് മാറിയിട്ട് പിന്നെ ഒരു മസ്കും ആംബ്രോക്സിനും ആ ഇഞ്ചിയുടെ സത്തും പിന്നെ ഓറഞ്ചും ബെർഗാമയും ഒക്കെ ചേർന്ന് ഒരു ഹാപ്പിനെസ് കിട്ടും. നമുക്കൊരു ബീച്ച് സൈഡിലുള്ള ഒരു റിസോർട്ട്, മനസ്സിൽ സങ്കല്പിക്കും. ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള ബീച്ച് സൈഡിലുള്ള റിസോർട്ട് നിങ്ങൾ അവധിക്കാലം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി, ഒരാഴ്ചക്കാലം വേനൽ അവധി ആഘോഷിക്കാനായിട്ട് ബീച്ച് സൈഡിലുള്ള റിസോർട്ടിൽ വരുന്നു. അവിടെ പല ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. നിങ്ങൾ അവിടെ
റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു. ബീച്ച് സൈഡിൽ പല ആക്ടിവിറ്റീസ് കാണുമല്ലോ. ചിലപ്പോൾ പലതരത്തിലുള്ള റൈഡറുകൾ ഉണ്ടാവാം. ബീച്ചിൽ തന്നെ പല തരത്തിലുള്ള സ്പോർട്സ് അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതൊക്കെയാണ് ഈ നമുക്ക് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ. ഒരു റിസോർട്ടിൽ ഇരിക്കുന്ന ഫീല്. വലിയ രീതിയിൽ കോംപ്ലക്സ് ഒന്നും അല്ല. ഈ സിംഫണിയും അതാണ്. വലിയ രീതിയിലുള്ള കോംപ്ലക്സ് ആണ് നോട്ട് ചേർത്തില്ല. സിമ്പിളാണ്. സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഈ പെർഫ്യൂം വർക്ക്ഔട്ട് ആവും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈവൻ ഗേൾസിനും യൂസ് ചെയ്യാം. ഗേൾസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രഷ് പെർഫ്യൂമാണ്. ഇപ്പം ഇപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ ഫ്രഷ് പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒട്ടുമിക്ക നോട്ടുകൾ അങ്ങനെ പറ്റാറില്ല. ഈ ഒരു പെർഫ്യൂം അവർക്ക് വർക്ക്ഔട്ട് ആവുന്ന ഒരു പെർഫ്യൂമാണ്. എന്റെ അഭിപ്രായത്തിൽ യൂണിസെക്സ് ആണത്. യൂണിസെക്സ് തന്നെയാണ്. അപ്പോൾ ലേഡീസിന് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബാങ്കിങ് പ്രൊഫഷൻ ആണ്, ഓഫീസിൽ ഇരുന്നിട്ട് ജോലി ചെയ്യേണ്ടവരാണെങ്കിൽ നേഴ്സാണ്, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ആണ്, ഏത് ഫീൽഡ് ആണെങ്കിലും ഓഫീസിലിരിക്കുമ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. സിമ്പിൾ ആണ്. ഓറഞ്ചും നാരങ്ങയും പിന്നെ ഇഞ്ചിയൊക്കെ ചേർന്ന് നടുക്ക് ചെറുതായിട്ട് ഒരു വൈറ്റ് ഫ്ലവർ നോട്ടും ചേർത്ത് അല്പം പീച്ചിന്റെ നോട്ടും ചേർത്ത് ഒരു ഫ്രൂട്ടി ഫ്രഷ് സ്മെല്ല്. എവിടെയൊക്കെയോ നമ്മുടെ LV പെസിഫിക് ചില്ലിന്റെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വർത്തായിട്ടുള്ള പെർഫ്യൂം. ഇനി അതിന്റെ പെർഫോമൻസ് അഭിപ്രായത്തിൽ നിങ്ങളൊരു ഓഫീസിൽ നിങ്ങൾ പോകുമ്പോൾ ഒരു 6-8 സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ 8 മണിക്കൂർ സുഖമായിട്ട് നിൽക്കും. 8 മണിക്കൂർ ഫുൾ ഡേ നമുക്ക് ഈ ഒരു പെർഫ്യൂം നിൽക്കുന്നുണ്ട്. പ്രൊജക്ഷൻ ആദ്യത്തെ 3-3.5 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ആണ്. നല്ല പ്രൊജക്ഷൻ ഉണ്ട്. ആംബ്രോഹൻ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല പ്രൊജക്ഷൻ ഉണ്ട്. ഇതിന്റെ മണം നല്ല ഹൈ ഹീറ്റിന് 40 ഡിഗ്രി സെൽഷ്യസിൽ വർക്ക്ഔട്ട് ആവുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ വെയിൽ കാണും. വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പ്രൊജക്ട് ചെയ്യൂ. ഇപ്പോൾ ഓഫീസിനകത്ത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഫീൽഡ് വർക്ക്, ഔട്ട്ഡോർ ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെയാണ് ഈ പെർഫ്യൂം ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഊത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഡാർക്ക് ഇഷ്ടമല്ല, മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്മെൽ ഇഷ്ടമല്ല, അങ്ങനെ അത്തരം പണങ്ങളൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ കോളേജിൽ പോകുന്നവർ, പഠിക്കാൻ വന്നത് +1 +2 വില വരുന്നത് 3000-ൽ താഴെയാണ്. ഇപ്പോൾ 3000-ൽ താഴെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രഷ് പെർഫ്യൂം. ഒരുപാട് പെർഫ്യൂം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ റൈഹാന്റെയും എസ്എസി ഹവ സൈസ്, അതിന്റെ കൂടെ നമുക്ക് ഈ ഒരു പെർഫ്യൂം ചേർത്ത് വെക്കാൻ പറ്റും. ലോങ്ജിവിറ്റി കൊള്ളാം, പ്രൊജക്ഷൻ കൊള്ളാം, കോംപ്ലിമെന്റ് കിട്ടും. ഇത് അടിച്ചിട്ട് പോകുമ്പോൾ കോംപ്ലിമെന്റ് കിട്ടും. നിങ്ങൾ 8 സ്പ്രേ അടിച്ചിട്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് പോകും. അവർ ഉറപ്പായിട്ടും പറയും ഇന്ന് ഏത് പെർഫ്യൂം അടിച്ചെന്നൊരു ചോദിക്കും. അല്ലെങ്കിൽ ഈ പെർഫ്യൂം കൊള്ളാമെന്നും പറയും. കോംപ്ലിമെന്റ് കിട്ടും, പ്രൊജക്ഷൻ കിട്ടും. ഏത് കാലാവസ്ഥയിലും ഏത് സീസണിലും ഉപയോഗിക്കാം. ഇനി വൈകുന്നേരം രാത്രി ഞാൻ വലിയ രീതിയിൽ പ്രിഫർ ചെയ്യുന്നില്ല. ഇത് രാവിലെയും ഉച്ചയ്ക്കും തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഡീഗറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എന്നോട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഈ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു പെർഫ്യൂം, ജിമ്മിൽ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂം. ഈ ഒരു പെർഫ്യൂം അവർക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ അധ്യാപകർക്ക് അവരുടെ പ്രൊഫഷനിൽ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ക്ലീൻ ഫ്രഷ് ക്ലാസിക് എന്നാണ് പറയാം. ക്ലീൻ ഫ്രഷ് ക്ലാസിക് കോംപ്ലിമെന്റ് കിട്ടും. അപ്പോൾ അധ്യാപകർക്കും അതുപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്കും പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈ ഒരു പെർഫ്യൂം നല്ലൊരു പെർഫ്യൂം, മികച്ചൊരു ഓപ്ഷനാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് വാങ്ങുക. 10 ml 5 ml സാമ്പിൾ ഉണ്ട്. വാങ്ങിയിട്ട് വർക്ക്ഔട്ട് ആയാൽ ഫുൾ ബോട്ടിൽ വാങ്ങുക.